യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇത് ഫൈനലി ലാസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കുറേ ആയി ഞാൻ ഇങ്ങനെ ലാഗാക്കി കൊണ്ടുവരണം. അങ്ങനെ ഇത് ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഡൽഹി കുളു മണാലി വ്ളോഗ് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ആഗ്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ. നമ്മൾ നെക്സ്റ്റ് ഡേ ആഗ്ര എത്തി. അങ്ങനെ ആഗ്രയിലത്തെ താജ്മഹലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അതാണ് ആ വ്ളോഗാണ് കേട്ടോ. ഇത് റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. റൂമിലേക്ക് റെഡിയായി നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് താജ്മഹൽ. അങ്ങനെ ആഗ്രയിൽ ഫുഡൊന്നും കഴിച്ചില്ല, നടക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോയിൽ പോവായിരുന്നു. ബാക്കിൽ നിന്ന് കുട്ടികൾ ലൈക്ക് അവിടെ ഇങ്ങനത്തെ പുതിയൊരു കൂട്ട് വീടുകളാണ്. അവിടെ കുട്ടികൾ കളിക്കുന്ന ഇടയിൽ കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ ബാക്കിൽ അപ്പം അമ്മ പോയി വിളിച്ച സംഭവം അതാണ് ഉണ്ടായത്. കുട്ടികൾ അതുവരെ കുറേ ദൂരം വരെ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അവിടെ നമുക്ക് പറ്റിയതൊന്നുമില്ല. അപ്പോൾ ഞാൻ ചൗമീൻ ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാതെ കാണിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഫുഡും ഫസ്റ്റ് തന്നെ പറയാലോ, ഇത് താജ്മഹലാണ് കേട്ടോ. നമുക്ക് കുറേ നടക്കാനുണ്ട്, കുറേ നടന്ന് അങ്ങനെ കുറേ ഉള്ളിലേക്ക് പോകണ്ട്. എന്നിട്ടാണ് കേട്ടോ താജ്മഹൽ ഇരിക്കുന്നത്. സോ നമ്മൾ രാവിലെ എവിടെ എത്തി? ആഗ്രയിലെത്തി. നമ്മളിതാ പോകുന്നു താജ്മഹൽ കാണാൻ. ഫുള്ള് 4 പറവും പോലീസ്. വെള്ളം തണുക്കും. രണ്ട് കുരങ്ങൻ പേ നോക്കി കിടക്കുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കണേ. നല്ല റേറ്റ് എല്ലാ ഹോട്ടലും. ഇത് ഇത്ര വരെ നല്ല റേറ്റ് ഉണ്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ കുറേ ഉള്ളിലേക്ക് നടക്കാണ്ട് നടന്ന് തളർന്നു. കുറേ ഉള്ളിലേക്ക് നടക്കാണ്ട് അങ്ങനെ അവർ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവിടെയും ഉണ്ട് ഫുൾ സെക്യൂരിറ്റി ആണല്ലോ, ഫുൾ ചെക്കിൻ. ലൈക്ക് ഒരു മിഠായി കൂടി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം പോയി. ഞങ്ങളുടെ ഒരു കുറേ മിഠായി ഉണ്ടായിരുന്നു, അത് ഫുൾ പോയി. ജ്യൂസ്, ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പറ്റില്ല, മിഠായി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒക്കെ അവിടെ കളയണം. എന്നിട്ട് നമ്മൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് അതും അതിൻ്റെ ഉള്ളിലേക്ക് തോന്നെ നടക്കണ്ട. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് റൂമിൽ വെച്ചിട്ട് വരണത് സേഫ് അല്ലല്ലോ. സോ നമ്മളത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ലൈക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അവിടെ സെക്യൂരിറ്റി റൂമിൽ വെക്കണം പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. സോ ഭയങ്കര ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫുൾ ചെക്കപ്പാണ്, അതുപോലെ ഫുൾ പോലീസുകാരും. അപ്പോൾ അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ നടക്കാണ്ട്. പെട്ടെന്നായിരുന്നു അങ്ങോട്ട് പോകാനൊരവസരം കിട്ടിയത്. അങ്ങനെ നമ്മൾ താജ്മഹലും കണ്ടു. ഞങ്ങൾ പോയ ടൈമിൽ ഫുൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തണുപ്പായിരുന്നു, ഫുൾ ഫോഗായിരുന്നു. അതാണ് ഇങ്ങനെ ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്ന താജ്മഹൽ ആയിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 11 മണിക്കും താജ്മഹൽ കാണാൻ പോയാലും ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ
കാണാൻ പോയി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ്. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനും അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കും. അങ്ങനെ അപ്പോൾ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും അവിടെ താജ്മഹലൊക്കെ പോയിട്ടൊന്ന് കാണണം. കാരണം വെച്ചാൽ നല്ല രസമാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് റിയലായിട്ട് കാണുമ്പോൾ അത് അതിൻ്റേതായ ഒരു രസം. സോ എല്ലാവരും ഒരു വട്ടമെങ്കിലും. എങ്ങോട്ട് അത് നോക്കാം, അത് നോക്ക്, അവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു. ഉള്ളിലേക്ക് നമ്മളൊരു അവിടെ ഫുൾ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുൾ സാധനങ്ങളാണ്, സ്റ്റാച്ചു. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു മാഗ്നറ്റ് വേണമെന്നുണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടി പോയതാണ്. എല്ലാത്തിനും നല്ല റേറ്റാണ്. അത് വീണ കുട്ടമ്മ. You can trust me, so I can trust you. 150. Sir, you can pay for me. എത്രയാണ്? 200. അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആഗ്ര ഫോർട്ട്. പാലക്കാട് ഫോട്ടോ ക്ലബ്ബിൽ അവിടെ ആമി ജനറലി കയറി പോവേ.
चला अभी है रुका हाथों में हर एक सा इसक तेरा സോ അങ്ങനെ നമ്മൾ വൺ ഡേ ആയിരുന്നു ആഗ്ര. അവിടെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നൈറ്റ് ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നല്ല തണുപ്പ്. അപ്പോൾ എല്ലാവരും ഭയങ്കര തണുത്തിട്ടിരിക്കുകയാണ്. നമുക്ക് പുലർച്ചെ 1 മണിക്കായിരുന്നു ട്രെയിന്. അങ്ങനെ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. നമ്മൾ നേരിട്ട് ഉത്തർപ്രദേശ്. അങ്ങനെ ഉത്തർപ്രദേശ് അങ്ങനെ ഏട്ടൻ്റെ അവിടെ എത്തി. ഏട്ടൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുമല്ലോ. അതൊക്കെയാണ് കേട്ടോ കാണുന്നത്. നമ്മളങ്ങനെ വൈകുന്നേരം അവിടെ എത്തി. നമ്മളങ്ങനെ നിന്നിട്ട് വൈകുന്നേരം നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരം അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട് UP-യിൽ. സോ അങ്ങനെ നമ്മളുടെ യാത്രയ്ക്ക് തയ്യാറായി. ഇവിടെ നമ്മൾ ഈ മാർക്കറ്റ്, അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. സോ അതൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു. നമുക്ക് പിറ്റേ ദിവസം പോകേണ്ട ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ യാത്ര കഴിയാറായി. അവസാനം വീട്ടിലേക്ക് എത്തി. സോ നമ്മൾ പാക്കൊക്കെ ചെയ്തു. പിന്നെ ഒന്നും എടുത്തില്ല. അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തി. ബാക്ക് ടു കൊച്ചി. സോ ബാക്കി അങ്ങനെ നമ്മൾ ഗൈസ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പണി കിട്ടും. എല്ലാം കഴിഞ്ഞിട്ട് പണി കിട്ടും ചെറുതായിട്ട്. നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാമെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് പുലർച്ചെ 5:30-ക്കാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റ് വന്നിട്ട് ഉച്ചയ്ക്ക് രാവിലെ 5:30-ക്കാണ്. നമ്മൾ 4:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 11:30 ആകുമ്പോഴാണ് അവിടെ കയറും. അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കാന്ന് വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് പിന്നെ കുറേ എടുത്തിട്ടില്ല ഞാൻ. എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നു, പ്രയാഗ്രാജ് വന്നു. അതൊന്നും എടുത്തിട്ടില്ല തോന്നുന്നു. ആദ്യം അവിടേക്ക് വന്നു. കഴിഞ്ഞിട്ട് പറയും ആദ്യം അവിടേക്ക് വന്നു. പ്രയാഗ്രാജിൽ എടുത്തില്ലേ? ഇല്ല, എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം ഏട്ടൻ്റെ അടുത്തേക്ക് വന്നു. അത് നേരിട്ട് ഡൽഹി ആയിരുന്നു. ഡൽഹി വന്നു. ഡൽഹി സ്റ്റേ ഉണ്ടായിരുന്നില്ല അല്ലേ? വൈകുന്നേരം തന്നെ കുളു മണാലി പോവുക. അത് മുതൽ എടുത്തിട്ടുണ്ട് തോന്നുന്നു. കുളു മണാലി, പിന്നെ അവിടെ 5 ദിവസം കുളു മണാലി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഡൽഹി, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ആഗ്ര, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ആഗ്രയിൽ നമ്മൾ അവിടെ നിന്ന് നേരിട്ടിട്ട് തിരിച്ച് ഏട്ടൻ്റെ അവിടേക്ക്. അവിടെ അതും എടുത്തില്ല. ഏട്ടൻ്റെ അവിടേക്ക് പോകുന്നത് എടുത്തില്ല വന്നു. അപ്പോഴേക്കും ഏട്ടൻ്റെ അവിടേക്ക് പോന്നു. എന്നെ ഏട്ടൻ്റെ അവിടെ 2-3 ദിവസം ഉണ്ടു. അപ്പോഴേക്കും എനിക്ക് പണി കിട്ടി. പണി കിട്ടുന്നത് മാത്രമൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊരു പനി പോലെ. ഇതാ നമ്മളിപ്പം ഗോൾഡ് പനി. എന്നിട്ട് അപ്പം നമ്മൾ ആ കൈകടയും എയർപോർട്ടിലെത്തി ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഒരു 11 മണി 12 മണി നമ്മൾ എയർപോർട്ടിലോട്ട് ബാക്കി കാണാം. എത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുളു മണാലി പോകണം അത് ആഗ്രഹം നടന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ തോന്നുന്നു. വാങ്ങിയിട്ടില്ലെങ്കിലൊക്കെ ഓക്കെ. കഴിച്ചോ? അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഇമിഗ്രേഷൻ എടുക്കുകയാണ്. അതിങ്ങനെ
ഫുൾ എല്ലായിടത്തും ഓരോ സെക്യൂരിറ്റി ചെക്കപ്പ്. ലൈക്ക് നമുക്ക് തണുപ്പ് കാരണം നമ്മൾ കുറേ ഡ്രസ്സസ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഓരോ ഇത് വരുമ്പോഴും നമ്മൾ ആ സ്വെറ്റേഴ്സൊക്കെ അഴിക്കേണ്ടത് വരികയാണ്. ഓരോ സെക്യൂരിറ്റി ചെക്കപ്പ് വരുമ്പോഴും കുറേ സെക്യൂരിറ്റി ചെക്കപ്പ് വരുന്നുണ്ടല്ലോ. സോ അങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ. വലിയ എയർപോർട്ടാണ്. സോ നമ്മൾ ആദ്യമേ കടന്ന് കുറേ കറങ്ങി ജസ്റ്റ് എല്ലാ ഷോപ്പിലും കയറി വന്നു. അങ്ങനെ നമ്മൾ പിന്നെ പുലർച്ചെ വരെ വെള്ളം മേടിക്കും. അങ്ങനെ ആ വെള്ളം 100 രൂപ, 100ആണോ 200ആണോ എന്നറിയില്ല. 100ആണോ 200ആണോ, ഐ തിങ്ക് 100 ആണ് തോന്നുന്നു. 100 രൂപയുടെ വെള്ളക്കുപ്പിയാണ് കേട്ടോ അത്. അവിടെയൊക്കെ എന്ത് റേറ്റാണെന്നറിയോ. നമുക്ക് അത്രയും വെള്ളം കുടിക്കാൻ ദാഹിച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് വെള്ളം മേടിച്ചതാണ്. 100 രൂപയാണ് ആ ഒരു വാട്ടർ ബോട്ടിൽ. നമ്മള് എയർപോർട്ടിലാണ്. നേരത്തെ എയർപോർട്ടിലായിരുന്നു. ഇപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ് എടുത്തു. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ സമയം എത്ര? ഇപ്പൊ ടൈം 3:30 സമയം, പുലർച്ച. ഫ്ലൈറ്റ് ലേറ്റ് ആണ്. ഫ്ലൈറ്റ് ലേറ്റാ? 4:30ക്കുള്ള ഫ്ലൈറ്റാണ്. 5:30ക്കാണ് ടു കൊച്ചി. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് കൊച്ചിയിൽ വെച്ചിട്ട് കാണാം. വിളിക്കുക. ആരെ വിളിക്കുന്നു? ആരെ വിളിക്കട്ടോ? ഫ്ലൈറ്റ് കയറാൻ പോകുകയാണ്. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ കുളു മണാലി ഡൽഹി ആഗ്ര വ്ളോഗ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വ്ളോഗല്ല പോകാൻ പറ്റിയത്. ഓക്കെ, സോ എന്താ അപ്പം ഇത്രയേ ഉള്ളൂ വ്ളോഗ്. സോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി മോർണിംഗ് നമ്മുടെ യാത്ര കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഫ്ലൈറ്റിൽ കേട്ടോ മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് ആയിരുന്നു. സോ ഇത് ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്തു. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ താഴെ കാണുന്ന നോട്ടിഫിക്കേഷനും കൂടി ടിങ് അടിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിന്റെ വ്ളോഗ് ഇവിടെ സോ അത്രയേ ഉള്ളൂ. വ്ളോഗുമായി വരുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.